ഞാൻ പറയുന്നത് നിന്നെ നിസ്കരിക്കാൻ ഓർമ്മപ്പെടുത്തുന്ന, നിന്നെ നിസ്കരിക്കാൻ കൊണ്ടുപോകുന്ന, നന്മകൾ ചെയ്യാൻ നിന്റെ കൂടെ നടക്കുന്ന ഒരു നല്ല കൂട്ടുകാരൻ നമുക്കുണ്ടാകണം. ആ കൂട്ടുകാരൻ പറഞ്ഞാൽ മതി അള്ളാഹിനോട്, നീ നല്ലവനായിരുന്നു, നീ നല്ലവളായിരുന്നു എന്ന് നിന്റെ ഫ്രണ്ട് പടച്ചവനോട് പറഞ്ഞാൽ മതി, നിനക്ക് സ്വർഗം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അങ്ങനെ ഒരു കൂട്ടുകാരെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും ഒരു നല്ല കൂട്ടുകാരനുണ്ടോ? ഞാൻ പറയുന്നത് മോശമായ കൂട്ടുകാരനുമായിട്ട് ബന്ധമുണ്ടാക്കരുത്. അവന്റെ കൂടെ നടന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അവന്റെ കൂടെ കൂടിയാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ് നീ ഇങ്ങനെ കുത്തിനെ പിടിച്ചു നിർത്തും അള്ളാഹുടെ കോടതിയിൽ. എടാ വൃത്തികെട്ടവനെ, നീ ഒറ്റ ഒരുത്തനാളാ, നിന്റെ കൂടെ ഞാൻ നടന്നില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയനെ എന്ന് നാളെ പരലോകത്ത് കിടന്നിട്ട് ശപിക്കുന്നവരെ നമുക്ക് കാണാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ സ്വർഗത്തിലൂടെ നടക്കുകയാ, ഒരു ചെറുപ്പക്കാരൻ സ്വർഗത്തിലൂടെ നടന്നു പോകുന്നു. അള്ളാഹു ആ മനുഷ്യനോട് ചോദിക്കും, എന്താടാ ചങ്ങാതി നിനക്ക് സന്തോഷമില്ലാത്ത, എന്താ നിനക്കൊരു സന്തോഷമില്ലാത്ത? ആ സമയത്ത് ആ ചങ്ങാതി അള്ളാഹുവിനോട് പറയും, പടച്ചവനെ എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, അവൻ നരകത്തിലായി പോയി. അള്ളാഹു എന്തോ തെറ്റ് ചെയ്തതിന്റെ പേരില് അവൻ നരകത്തിലായി പോയി. പടച്ചവനെ ഞാൻ സ്വർഗത്തിലുമായി പോയി, എന്റെ കൂട്ടുകാരൻ നരകത്തിൽ കിടക്കുമ്പോ എനിക്ക് എങ്ങനെ അള്ളാഹ് സന്തോഷിക്കാൻ പറ്റുക? അപ്പൊ അള്ളാഹു ആ മനുഷ്യനോട് ചോദിക്കുമത്ര, നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലോ, എന്നാ പോയി വിളിച്ചു.